ഹലോ. ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. മറ്റൊന്നുമല്ല, ചില്ലറ കുടുംബ പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിലല്ല, എൻ്റെ മകളുടെ കുടുംബത്തിൽ. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാനസികമായി ആകെ ഡിസ്റ്റർബ്ഡായിപ്പോയി. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. സദയം ക്ഷമിക്കുക. എല്ലാ കുടുംബത്തിലും കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ വരാം എന്ന് കരുതി കേട്ടോ. എന്താ പറയുക കൂട്ടുകാരെ, കുഞ്ഞുങ്ങളെ, നമ്മൾ സിംഗിൾ പാരൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അച്ഛനും അമ്മയും ഒരാളാണ്. ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ. ഈ രണ്ട് പേരാരെങ്കിലും ഒരാൾ മക്കളെ വളർത്തും, ഒരാൾ രണ്ട് പാർട്ടും എടുത്ത് മക്കളെ വളർത്തുമ്പോൾ ഉള്ള പ്രശ്നങ്ങളേറെയാണ്. അതിലുപരി നമ്മുടെ പെൺമക്കളാണുള്ളതെങ്കിൽ നമുക്കൊരുപാട് ദുരിതങ്ങളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, പെൺമക്കളെ നമ്മളൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ആലോചനയൊക്കെ വരുമ്പോൾ, വിവാഹാലോചനയൊക്കെ വരുമ്പോൾ ഇല്ലേ, ചില കൂട്ടർ ഇങ്ങനെയുള്ളവർ നോക്കി വരും. കാരണം ചോദിക്കാൻ അവർക്ക് ഈ ആണുങ്ങളില്ല എന്നുള്ളൊരു അങ്ങനെയുള്ള കുടുംബം തേടി വരും. കാരണം അവർക്ക് ഭരണം, അവരുടെ ചൊൽപ്പടിക്ക് നിന്ന് അവരുടെ അങ്ങനെ ഒരു നോക്കി വരും. അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ വന്നു. ഓക്കെ, ഞാനൊരു സിംഗിൾ പാരൻ്റാണ്. അപ്പം മകളെ കെട്ടിച്ചു എടുത്തെന്നുള്ള ദുരനുഭവങ്ങളേ ഉള്ളൂ. പറഞ്ഞു വരുമ്പോൾ ദുരനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സന്തോഷിക്കാൻ ഇന്നത് വരാനൊരു സാഹചര്യമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പറയാമല്ലോ, മകൾക്ക് 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ കരുതി അവളവിടെ ജീവിക്കുന്നു, അവൾ പണിയെടുക്കുന്നു. 1 രൂപ ശമ്പളം പോലും അവൻ അവൾക്ക് കൊടുക്കത്തില്ല കേട്ടോ. അവൻ്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവക്കാരൻ. അതിന് കൂട്ടു നിൽക്കുന്നവൻ്റെ അച്ഛൻ തന്നെയാണ്. പറയാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയുമാണ് കേട്ടോ. അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അച്ഛൻ പറയുന്നതിനപ്പുറം അവന് മറ്റൊരു മറുവാക്കില്ല. പല കാര്യങ്ങളും നമ്മളെ ദ്രോഹിക്കുമ്പോൾ അവർ കണ്ട് ആസ്വദിക്കുന്ന ഒരു ടൈപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പറഞ്ഞു കൊടുക്കാം നമ്മളെ ആശ്രയിച്ച് വന്നൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മളതിനെ മറ്റൊരു കുടുംബത്തിൽ നിന്ന് നമ്മളെ മാത്രം ആശ്രയിച്ച് വന്നൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ കണ്ണീർ ഇവിടെ വീഴ്ത്താൻ പാടില്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിന് പകരം അവർ ഒരാൾ മൗനവും മറ്റേ പരിഹാസച്ചിരിയും, മറ്റേയാൾ മൗനമായിട്ടിരിക്കുന്നുണ്ടെങ്കിലും അവർ മറ്റൊരു വശത്തൂടെയുള്ള പ്രവർത്തനമാണ്. നാക്കുകൊണ്ടുള്ള നല്ലൊരു കസർത്തുണ്ട്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ പറ്റാത്തവരായിട്ടാരും കാണില്ല. ജീവിതത്തിൽ 2 കൂട്ടർക്കും പറ്റും, പെണ്ണായാലും ആണായാലും പറ്റും. പക്ഷെ പെൺകുട്ടികളെ അയക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇപ്പം കടന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുടുംബവും ശരിയല്ല. എൻ്റെ ജീവിതാനുഭവത്തിൽ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ 34 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും മാനസികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മക്കളയച്ചു, 2 പേരുടെ കുടുംബത്തിൽ നിന്ന് നന്നായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരാളുടേത് കഴിയുമ്പോൾ അടുത്ത് തരാം. പക്ഷേ ഇയാളുടേത് ഒത്തിരി ഇന്നത്തെ പ്രശ്നക്കാരുടേത് എന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് മുറയ്ക്കും എന്നെ വല്ലാണ്ട് എന്നെ വല്ലാതെ വിഷമിപ്പിക്കണം. കാരണം അവർക്ക് ഒന്നുകിൽ അവളെ കൊല്ലണം എന്നോ അങ്ങനെ എന്തോ ആയിരിക്കുകയല്ലേ. അങ്ങനെ എല്ലാവർക്കും പ്രശ്നം പിന്നാലെ വരുന്ന സ്വത്തും കാര്യങ്ങളൊക്കെ പിന്നെ ആഭരണമൊക്കെ കൈക്കലാക്കി കഴിഞ്ഞു വരിക. അതൊക്കെ ഒക്കെ നശിപ്പിച്ചു. അതൊക്കെ അവർക്ക് അവകാശപ്പെട്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അവർക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ, ഈവൻ പോലീസിന് പോലും ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വാക്കിനപ്പുറം മറുവാക്കില്ല മകന്.
മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. എന്നാലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്തിരി ഓരോരോ പ്രശ്നങ്ങൾ ദിവസം ഓരോന്നുണ്ടാവും. അമ്മയായി പോയില്ല, കളഞ്ഞിട്ടും ഉപേക്ഷിച്ചിട്ടൊക്കെ പോയവർക്ക് എളുപ്പമാണ്, ഒന്നും അറിയണ്ടല്ലോ. എനിക്ക് പെൺകുട്ടികൾ ജനിച്ചത് കാരണമാണ് എൻ്റെ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ച് പോയത് കേട്ടോ. പെൺകുട്ടികൾ ജനിച്ചത് കൊണ്ട്, മറ്റൊരു ഇതുമല്ല, പെൺകുട്ടികൾ ജനിച്ചത് കൊണ്ടാണ് എൻ്റെ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ച് പോയത്. നഗ്നമായ സത്യം ഞാൻ തുറന്നു പറയുകയാണ്. ആ പുള്ളിയും പുള്ളിയുടെ പുള്ളിക്കൊരു പെങ്ങളേ ഉള്ളൂ. ആ പെങ്ങളും ഒക്കെ പറഞ്ഞത് ശാപം പിടിച്ചവരാണ് പെൺകുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ് ആ പുള്ളി എന്നെ ഉപേക്ഷിച്ച് പോയത് കേട്ടോ. പുള്ളിയുടെ സ്വഭാവം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. 8 കല്യാണം കഴിച്ചവനാണ്, അറിയാലോ. കുട്ടികൾ വേറെയുമുണ്ട്. ഇതിൽ പ്രതികരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രതികരിക്കുന്നു, എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടി. ആ പുള്ളി ഉപേക്ഷിച്ചു പോയ എല്ലാ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി ഞാൻ പ്രതികരിക്കുന്നു. അവരാരും പ്രതികരിക്കുന്നില്ല, ഞാൻ പ്രതികരിക്കുന്നു. കാരണം അത്രമേൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദുഃഖത്തോടുകൂടിയാണ് പറയുന്നത് കേട്ടോ. ആവർത്തനം എന്ന് വിചാരിക്കേണ്ട. എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം കാണത്തില്ലായിരിക്കും. എന്നിരുന്നാലും പറയുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഷോർട്ട് വീഡിയോ പോലും ഇടാനൊന്നും പറ്റിയില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു അച്ഛൻ്റെ ബ്രദർ മരിച്ച് തൊട്ടടുത്ത ഓപ്പോസിറ്റ് വീടാണ്. അപ്പം അതിൻ്റെ പുറകെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഇതെന്ന് പറഞ്ഞ് മിക്കപ്പോഴും ഇപ്പോൾ പ്രശ്നങ്ങളാണ്, പ്രശ്നം. പിന്നെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ സഹായിക്കാൻ സംഘടനകൾ അല്ലെങ്കിൽ നിയമങ്ങൾ ഒരുപാട് ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ കാര്യക്ഷമമായിട്ടുള്ളതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കൂട്ടർക്ക് അവരാരെയും പേടിയില്ല, പോലീസിനെയും പേടിയില്ല, ഈ പറയുന്ന ഹെൽപ്പിന്, ഈ പറയുന്ന എന്താ പറയുക, സ്ത്രീകളുടെ സഹായത്തിനുള്ളവർ അവരെയും പേടിയില്ല. ഒരു ഓപ്പണായിട്ട് തന്നെ അവർക്ക് പേടിയില്ല, അവർക്ക് പോലീസിനെ പേടിയില്ല എന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്താലും പോലീസ് ചോദ്യം ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. എന്ത് ചെയ്താലും എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി മരിച്ചാലും, പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മകളെയും കൂടെ ചേർത്ത് പറയുന്നതാണ്, പെൺകുട്ടി മരിച്ചാലും അവരെ ചോദ്യം ചെയ്യാൻ വരത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം, അഹങ്കാരം പിടിച്ച ആത്മവിശ്വാസം അവരിലുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഒന്നും അനിഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഇത് ഒന്ന് പറയുകയാണ്, അത്രയും വിഷമത്തോടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനത് സംസാരിക്കുകയും ചെയ്തു. സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. ഒരുപാട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കാൻ ഒരു സമയമില്ല, മനസ്സിലായില്ലേ? എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഈ കുട്ടികൾ ജനിച്ചതിന് ശേഷമാണ് ഒരു ജീവിതം. ഇങ്ങനെയാണ്, ഓരോരോ കുടുംബത്തിൽ ഓരോരോ തരത്തിലാണ്. എൻ്റെ വീട്ടിലും ഉണ്ട്. എൻ്റെ അച്ഛനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്, ബ്രദറും ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്, അമ്മയും അങ്ങനെ തന്നെ. അമ്മയ്ക്കും പെൺമക്കളോട് ഇഷ്ടമില്ല. അതിൻ്റേതായിട്ടുള്ള എല്ലാ ദുരനുഭവങ്ങളും നമുക്ക് കിട്ടുമല്ലോ. ഒരമ്മയായിരിക്കണമല്ലോ സപ്പോർട്ട്, പക്ഷേ ഇല്ല എന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞോട്ടെ. ഇല്ല. അമ്മയ്ക്ക് ഞാനും 2 മക്കളേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക്. ഞാൻ മൂത്തയാളാണ്, ഇളയത് അനിയനാണ്. പക്ഷെ അവനും ഭയങ്കര കാര്യമാണ്, പണിക്കൊന്നും പോകുന്നില്ല. അതും പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന് പണിക്ക് വിടൂല, പണി ചെയ്യണ്ട എന്നുള്ള വേറെ കാര്യങ്ങളൊന്നും പറയണ്ട. ഞങ്ങളിങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ വിഷമത്തിലാണ് കേട്ടോ ഇന്ന് ഞാനൊന്ന് വീഡിയോ ഒന്നും ഇടാത്തത്. എൻ്റെ ചുറ്റുപാടിപ്പോൾ മനസ്സിലായല്ലോ, ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ്. ഈശ്വരനെ മുറുകെ പിടിച്ചിട്ടുണ്ട്, ഭഗവാനെ പിടിച്ചിട്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ നേരിടണം. കാരണം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കുമല്ലേ. ഈ കുട്ടികളുടെ കല്യാണക്കാര്യം ഒക്കെ എൻ്റെ ഒരാളുടെ ഇതിലാണ് നടക്കുന്നത്. കല്യാണമല്ല, ആലോചന വരുന്നു, നടത്തി. നമ്മളിപ്പോൾ ആളുകളെ കണ്ടപാടെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. അടുത്തറിയുമ്പോഴല്ലേ ഇവരൊക്കെ ആരാ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ പറ്റിപ്പോയി. പക്ഷേ കുറ്റം നമ്മുടെ ചുമലിലായിപ്പോയി.
അനുഭവിച്ചല്ലേ പറ്റൂ. എന്നും പറഞ്ഞ് തളർന്നിരിക്കാനൊന്നും ഞാനില്ല. അവർ തളർത്താൻ നോക്കുന്നുണ്ട്, തളർന്നിരിക്കാൻ ഞാനില്ല. എന്നെ ദ്രോഹിക്കാൻ വരുമ്പോൾ ഞാൻ അതിൻ്റേതായിട്ടുള്ള പ്രതിരോധം കണ്ടെത്തിയിരിക്കും. ഇത് എൻ്റെ വീഡിയോ കാണുന്ന നമ്മുടെ സ്ത്രീ സംഘടനകളും അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയൊരു ഘട്ടത്തിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. എപ്പോഴും എന്ത് സംഭവിക്കാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതും ഒരു ജീവനിൽ ഭീഷണി തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആരെയും പേടിയില്ലാത്ത തൊട്ട് നമ്മളൊരു കുടുംബത്തിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ നോക്കണമല്ലോ, അത്രയും മാത്രം. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്രശ്നങ്ങൾ കേട്ടോ. ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചായി. പക്ഷേ ഇന്ന് ഞാനെൻ്റെ ഫേസ് കാണിക്കാതെ നിങ്ങളെ വീഡിയോ മാത്രം ഇട്ടെൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ. ആകെ ഡൗൺ ആണെന്ന്, അതുകൊണ്ടാണ്. കാരണം എൻ്റെ മകൾ മറ്റൊരു ഷൈനി ആവാതിരിക്കട്ടെ. ഷൈനിയും മക്കളുമാണ് ആത്മഹത്യ ചെയ്തത്. പക്ഷെ ഇവിടെ മക്കൾ വരും, അവൾ മാത്രമേ എന്തെങ്കിലും പറ്റിയാൽ അവൾക്കേ പറ്റാം. ഒരു ഷൈനിയോ ഒരു മേഘയോ ആത്മഹത്യ ഏതൊരു പെൺകുട്ടിയെ അടുത്ത പേര് അവളാകാതിരിക്കട്ടെ എന്ന സർവേശ്വരനിൽ ഞാൻ അർപ്പിച്ചുകൊണ്ടും ആ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. എന്ത് സംഭവിക്കുന്നെന്നും പറയുമ്പോൾ നാളെ രാവിലെ കഴിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാർത്ത അതായിരിക്കാം. അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് കിട്ടും. ഏത് നിമിഷവും ഞാൻ അങ്ങനെ ഒരു വാർത്ത പ്രതീക്ഷിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. കാരണം മുങ്ങാൻ വിദഗ്ധരുമാണ്. അങ്ങനെയുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. കുട്ടികളായിപ്പോയില്ല അവർക്ക് കുട്ടികൾ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു വാർത്ത എറണാകുളം ഭാഗത്താണ്, എറണാകുളം ലൊക്കാലിറ്റിയിലാണ് അവർ താമസിക്കുന്നത്. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ എന്തെങ്കിലും സംഭവിച്ചാൽ അറിയിക്കും, ഉറപ്പായിട്ടും അറിയിക്കും. ഇങ്ങനെയൊക്കെ പോവുകയാണ് ജീവിതം. വളരെ നിങ്ങൾ തന്നെ പറയും ഞാൻ ഏത് രീതിയിലുള്ള ഇതിൽ ഇനി മുന്നോട്ട് പോകണമെന്നുള്ള. ഒരു വീഡിയോ റീച്ചാകാനോ അല്ലെങ്കിൽ പബ്ലിസിറ്റി കിട്ടാനോ വേണ്ടിയിട്ടൊന്നുമല്ല പറയുന്നത്. എൻ്റെ യഥാർത്ഥ അനുഭവം, ജീവിതാനുഭവം, ഇന്ന് ഈ നിമിഷം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഞാനെന്ന ഒരു സ്ത്രീ, ഒരമ്മ, ഓർക്കുക, ഒരമ്മ ഒറ്റയ്ക്കാണ് പോരാട്ടം. എന്തും മറുഭാഗത്ത് അവിടെ അച്ഛനുണ്ട്, മകനുണ്ട്. അവരെന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ വരാൻ ആരുമില്ല എന്നുള്ള ധാർഷ്ട്യവുമുണ്ട്. നമുക്കൊന്നും പറയാനില്ല. ഭഗവാനെ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു വീഡിയോ, നന്നായിട്ടൊരു വീഡിയോ വരുന്നതാണ്. എനിക്കൊരുപാട് വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് സേവ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഷോർട്സിലൊക്കെ, നല്ല ഡയലോഗ്സൊക്കെ ഉള്ള. പക്ഷെ നമ്മുടെ ഒരു മെൻ്റൽ ഇതങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്, ഡൗൺ ആയിപ്പോയത് പറ്റിപ്പോയത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തേക്കത് പോരെ. സൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കാം, വേറെ എന്തെങ്കിലും അപശബ്ദങ്ങൾ ഇതിനകത്ത് വന്നെന്നിരിക്കാം. അതൊക്കെ എൻ്റെ വീട്ടിലെ സറൗണ്ടിങ്സാണ് കേട്ടോ. നമ്മൾ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടപ്പെടേണ്ടി വരുന്നൊരവസ്ഥയാണ്. അതെൻ്റെ ബ്രദറിൻ്റെ ഒരു സ്വഭാവ രീതി, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നതിലും. എനിക്ക് അതൊന്നുമില്ല, എൻ്റെ ബ്രദറിൻ്റെ ഒരു സ്വഭാവ രീതി അങ്ങനെ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നാളെ കാണാം കേട്ടോ. ഇന്നത്തേക്ക് എല്ലാവർക്കും ശുഭദിനവും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്.